എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു മഡഗാസ്കർ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീൻ നല്ലോണം വെട്ടിക്കഴുകി അതിലേക്ക് മസാലയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നല്ലോണം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ ചൂടിൽ ഒന്ന് പൊള്ളിച്ച് അങ്ങ് എടുക്കേണ്ട. ആ പൊള്ളിച്ച് എടുത്തതിന് ശേഷമാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോണത്. അപ്പോൾ അതോടെ കിടന്ന് വേവട്ടെ. നമ്മൾ കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന 2 പൊറോട്ട ഇതിനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. പൊറോട്ട അവിടെ നിൽക്കട്ടെ. പൊറോട്ടയാണ് ഇതിലെ മെയിൻ താരം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അതിലേക്ക് നമ്മുടെ മുട്ടക്കുട്ടനെ കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ മുട്ടക്കുട്ടൻ, അതിൽ കൂടുതൽ വേണ്ട, ഒറ്റ മുട്ടക്കുട്ടൻ മതി. 2 പൊറോട്ടക്ക് ഒറ്റ മുട്ട നമുക്കതിലേക്ക് മതി. നമ്മുടെ മീൻ പയ്യ അവിടെ കിടന്ന് വേവുണ്ട്, അത് വെന്ത് വരട്ടെ. ഇതിലേക്ക് ഒരു വിഭവം കൂടി നമുക്ക് വേണം, കുറച്ച് ബിരിയാണി റൈസ് മതി. അപ്പോൾ ആ ബിരിയാണി റൈസ് എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെന്ത് കഴിഞ്ഞ മീൻകുട്ടന്മാരെ 2 പേരെ പൊറോട്ടക്ക് മാച്ചായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ വറുത്ത പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും എടുത്ത് അത് പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ മെല്ലെ അതിനൊന്ന് പയ്യെ, അധികം തീയില്ലാതെ ചെറിയ തീയിൽ നമ്മളൊന്ന് ചട്ടുകം വെച്ചിട്ട് മെല്ലെ ഒന്ന് തഴുകി കൊടുക്കണം. അങ്ങനെ തഴുകി കൊടുത്തു കഴിയുമ്പോൾ സവാളയും പച്ചമുളകും ആ മീൻ കിടന്ന് വെന്ത ആ വെളിച്ചെണ്ണ തന്നെ ഒന്ന് പയ്യെ ഒരു ബ്രൗൺ കളറിലേക്ക്, അധികം വേവരുത്, ഒരു ബ്രൗൺ കളർ, മെല്ലെ ഒന്ന് ബ്രൗൺ കളറിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കുട്ടനെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് മെല്ലെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ ചിക്കുന്നതിന് മുമ്പ് ഒന്ന് ആ മഞ്ഞക്കരി ഒന്ന് പയ്യെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു വേവ് അതിന് കിട്ടും. അതിലേക്ക് നമ്മുടെ പൊറോട്ടക്കുട്ടന്മാരെ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മളൊന്ന് അതിലേക്ക് മെല്ലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് എല്ലാവരും കൂടി അവിടെ കിടന്നൊന്ന് ഒരു കൂട്ടുകുടുംബം പോലെ അവിടെ കിടന്ന് വേവട്ടെ. മഡഗാസ്കറിലെ കൂട്ടുകുടുംബം പോലെ അതവിടെ കിടന്ന് വേവുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ താരം ആരാണ്, ബിരിയാണി റൈസ് കൂടി നമ്മൾ ഈ കുട്ടിക്കുട്ടന്മാരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ഇതെല്ലാവരും കൂടി അവിടെ കിടന്ന് മെല്ലെ വേന്ത് വരുമ്പോൾ നമ്മൊന്ന് തഴുകി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും പച്ച വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒരു ചെറിയ ഒരു വേവ് നമ്മൾ കൊടുക്കണം. അത് വെന്ത് ഒന്ന് അമർന്ന് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ മീൻകുട്ടന്മാരുണ്ടല്ലോ, അവരോട് റെഡിയായിട്ട് നോക്കിക്കണ്ട. ഈ മീൻകുട്ടന്മാരെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കുടുംബത്തിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ആടിയിൽ നിന്ന് വരുന്ന പുക അത് നമ്മുടെ ഈ മീൻകുട്ടന്മാരുടെ ടേസ്റ്റ് കൂടി പിടിച്ചെടുക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്കും നമ്മുടെ വെറൈറ്റി വിഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കാം. സന്തോഷം, ഹാപ്പി, അടിപൊളി. നമ്മുടെ വിഭവം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീൻകുട്ടന്മാർ നല്ല റെഡിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ മീൻകുട്ടന്മാരെ കൂടി നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് മെല്ലെ കഴിക്കാൻ നോക്കാം. സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ചെറിയ ഭംഗിക്കുണ്ടെന്ന് തോന്നണേ. ഞാനത് കഴിച്ച് നോക്കി. അപ്പോൾ കയ്യിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, സ്പൂണൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ കഴിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. എന്താണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ വെച്ച് നമ്മൊന്ന് റെഡിയാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ ഇടവേളകൾ കിട്ടുന്നൊരു സന്തോഷമാണ്. അങ്ങോട്ട് സന്തോഷിക്കാന്നേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവർക്കും ഹാപ്പി.